ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് റിസ്കിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു ചെറിയ എമൗണ്ട് മുടക്കി ഈ റിസ്ക് മൂലം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തെ ഒഴിവാക്കുകയാണ് ഇൻഷുറൻസിലൂടെ സാധ്യമാകുന്നത്. ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ഫ്രം ഇൻഷുർഡ് ടു ഇൻഷുറർ എന്നാണ്. ഇവിടെ ഇൻഷുർഡ് എന്നാൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും ഇൻഷുറർ എന്നാൽ ഇൻഷുറൻസ് കമ്പനിയുമാണ്. റിസ്ക് ഏറ്റെടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി വാങ്ങുന്ന ഫീസ് ആണ് ഇൻഷുറൻസ് പ്രീമിയം. രണ്ട് ടൈപ്പ് ഇൻഷുറൻസ് ആണുള്ളത്, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. മരണം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് ആണ് ലൈഫ് ഇൻഷുറൻസിലൂടെ കവർ ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഉള്ള വ്യക്തിക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഫാമിലി റൺ ചെയ്തു പോകാനുള്ള എക്സ്പെൻസ് ലൈഫ് ഇൻഷുറൻസിലൂടെ കിട്ടും. ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസിലാണ് വരുന്നത്. ജനറൽ ഇൻഷുറൻസിൽ പെടുന്നവയാണ് ഇവയെല്ലാം. മോട്ടോർ ഇൻഷുറൻസ്, വാഹനത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക്, അതായത് ആക്സിഡൻറ്റ്, മോഷണം എല്ലാമാണ്. ഇവയെല്ലാം മോട്ടോർ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുണ്ടാകുന്ന എക്സ്പെൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. ട്രാവൽ ഇൻഷുറൻസ്, യാത്രകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ, അതായത് ലഗേജ് ലോസ്, ട്രിപ്പ് ക്യാൻസൽ, ഫ്ലൈറ്റ് ഡിലേ, പബ്ലിക് ലയബിലിറ്റി, ഇതൊക്കെയാണ് ട്രാവൽ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. മിസലേനിയസ് ഇൻഷുറൻസ്, ഹോം, ഓഫീസ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഇതെല്ലാം ആണ് മിസലേനിയസ് ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നത്. ഇതെല്ലാമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ഈ കമ്പനികളാണ് ജനറൽ ഇൻഷുറൻസ് ചെയ്യുന്നത്. വാഹനത്തിന് വന്നു ചേരാൻ സാധ്യതയുള്ള ആക്സിഡൻറ്റ്സ്, തെഫ്റ്റ് എല്ലാമാണ് മോട്ടോർ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. മോട്ടോർ ഇൻഷുറൻസിനെ രണ്ട് ടൈപ്പായി തിരിക്കാം: തേർഡ് പാർട്ടി ഇൻഷുറൻസ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി പോളിസി എന്ന് പറയും. നമ്മുടെ വണ്ടി കൊണ്ട് മൂന്നാമതൊരാൾക്ക് വരുന്ന ഏത് നഷ്ടവും കവർ ചെയ്യുന്നത് തേർഡ് പാർട്ടി പോളിസി ഉപയോഗിച്ചാണ്. അതായത് നമ്മുടെ വണ്ടി കൊണ്ട് വേറെ വണ്ടി ഇടിച്ചാലോ, ഒരാൾക്ക് പരിക്കേൽപ്പിച്ചാലോ, പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഡാമേജ് വരുത്തിയാലോ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വെച്ചാണ് ക്ലെയിം ചെയ്യുന്നത്. എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം തുക സെയിം ആയിരിക്കും. എല്ലാ വർഷവും പ്രീമിയം കൊടുക്കുകയും ചെയ്യും. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം ഇന്ത്യൻ റോഡിൽ ഓടുന്ന വണ്ടികൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് എന്നും പാക്കേജ് പോളിസി എന്നും ഇതിന് പേരുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ട് മൂന്നാമതൊരാൾക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് മാത്രമാണ് ക്ലെയിം കിട്ടുകയുള്ളൂ. നമ്മുടെ വണ്ടിക്ക് വരുന്ന ഡാമേജസിന് കൂടി ക്ലെയിം കിട്ടണമെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ ഓൺ ഡാമേജ് പ്രീമിയം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് തേർഡ് പാർട്ടി പ്രീമിയം പ്ലസ് ഓൺ ഡാമേജ് പ്രീമിയം ആണ് ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ ഇൻഷുറൻസ് കമ്പൽസറി അല്ല. നമ്മുടെ വണ്ടിക്ക് വരുന്ന ഡാമേജസിന് ക്ലെയിം കിട്ടണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓൺ ഡാമേജ് പ്രീമിയം എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഫുൾ കവർ ഇൻഷുറൻസ് പ്രീമിയം എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും വ്യത്യസ്തമായി കാണുന്നത്. 2019 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് 5 വർഷത്തെ തേർഡ് പാർട്ടിയും 1 വർഷത്തെ ഓൺ ഡാമേജും ആണ് ഉണ്ടാകുന്നത്. 1 വർഷം കഴിഞ്ഞാൽ വണ്ടിക്ക് കവർ വേണമെങ്കിൽ ഓൺ ഡാമേജ് പോർഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ തേർഡ് പാർട്ടി ഇല്ലാതെ ഓൺ ഡാമേജ് മാത്രമായിട്ടെടുക്കുന്ന പോളിസിക്ക് ആണ് സ്റ്റാൻഡ് അലോൺ OD എന്ന് പറയുന്നത്. ഓൺ ഡാമേജ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വണ്ടിയുടെ പഴക്കം, എൻജിൻ കപ്പാസിറ്റി, പിന്നെ IDV കൂടി നോക്കിയാണ്. ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ അല്ലെങ്കിൽ IDV എന്നാൽ നമ്മുടെ വണ്ടിയുടെ കറണ്ട് മാർക്കറ്റ് വിലയാണ്. ഒരു പുതിയ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ഷോറൂം വിലയാണ് IDV ആയിട്ട് കൊടുക്കുന്നത്. പിന്നീട് ഓരോ വർഷം ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോഴും IDVയിൽ 10% കുറച്ചാണ് പുതിയ IDV കൊടുക്കേണ്ടത്. IDVയുടെ 75% വണ്ടിക്ക് ഡാമേജ് വന്നാൽ ടോട്ടൽ ലോസ് ആയിട്ട് കണക്കാക്കപ്പെടും. ടോട്ടൽ ലോസ് ആയാൽ IDV എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസ് കമ്പനി ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ IDV എന്നാൽ നമ്മുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടാവുന്ന പരമാവധി തുക എന്നും പറയാം. ഫുൾ കവർ ഇൻഷുറൻസിൽ മാത്രമാണ് IDV ഉണ്ടാവുകയുള്ളൂ. തേർഡ് പാർട്ടി പോളിസിയിൽ IDV 0 ആയിരിക്കും. IDV കൂടുമ്പോൾ ഇൻഷുറൻസ് കവറേജും ഇൻഷുറൻസ് പ്രീമിയവും കൂടും.
ഫുൾ കവർ ഇൻഷുറൻസ് എടുത്താലും അതിൽ കവർ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കവർ ചെയ്യാനാണ് ആഡ് ഓൺസ് ഉപയോഗിക്കുന്നത്. നിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ B2B എന്നും പറയും. സാധാരണ ഒരു ഫുൾ കവർ ഇൻഷുറൻസിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ, മെറ്റൽ, പെയിൻറ്റ് ഇതൊന്നും കവർ ചെയ്യില്ല. ഫുൾ കവർ ഇൻഷുറൻസിൻ്റെ കൂടെ നിൽ ഡിപ്രിസിയേഷൻ കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ കവർ കിട്ടും. അതായത് വണ്ടി റെഡിയാക്കാൻ വർക്ക്ഷോപ്പിൽ നിന്നും തരുന്ന ബിൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ ഒന്നും പോകാതെ 99% ക്ലെയിമും കിട്ടും. പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ അല്ലെങ്കിൽ PA കവർ ഇതിപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുള്ള ആഡ് ഓൺ ആണ്. വണ്ടിയുടെ RC ഓണർ തന്നെ വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ഉണ്ടായി മരണം സംഭവിച്ചാലോ സ്ഥിരവൈകല്യം സംഭവിച്ചാലും 15 ലക്ഷം രൂപ കവർ കിട്ടുന്ന ഒരു ആഡ് ഓൺ ആണ് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ. സാധാരണ എല്ലാവർക്കും ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കണമെങ്കിലും RC ഓണറിന് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലെങ്കിലോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വേറെ വണ്ടിയിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ PA കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഡ് ഓൺ കൊടുക്കണ്ട. PA കവറിന് 275 മുതൽ 350 രൂപ വരെയാണ് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ലീഗൽ ലയബിലിറ്റി ടു പെയ്ഡ് ഡ്രൈവർ. PA കവർ എടുക്കുന്നത് ഓണർ ഡ്രൈവറിന് മാത്രമാണ്. RC ഓണർ അല്ലാതെ വേറെ ആര് ഓടിച്ച് ആക്സിഡൻറ്റ് ഡെത്ത് വന്നാലും കവർ കിട്ടില്ല. പക്ഷേ ലീഗൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ വേറെ ആര് വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റ് ഡെത്ത് വന്നാലും കവർ കിട്ടും. ഇതിന് അഡീഷണൽ ആയിട്ട് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ RC ഓണർ വണ്ടി ഓടിക്കാത്ത ആളാണെങ്കിൽ ലീഗൽ ലയബിലിറ്റിയാണ് കൊടുക്കേണ്ടത്. നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ NCB. ഇത് OD പ്രീമിയത്തിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. ഒരു പുതിയ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ NCB 0 ആയിരിക്കും. അടുത്ത വർഷം അത് റിന്യൂ ചെയ്യുമ്പോൾ ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനി ആയാലും അതിന് 20% ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ അടുത്ത വർഷം റിന്യൂവൽ ചെയ്യുമ്പോൾ ക്ലെയിം ഇല്ലെങ്കിൽ 25% NCB ഡിസ്കൗണ്ട്. അത് കഴിഞ്ഞ് 35%, 45%, 50% എന്ന് തുടരും. 50% മാക്സിമം NCB ഡിസ്കൗണ്ട്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ക്ലെയിം വന്നാൽ വീണ്ടും 0-ൽ നിന്നും തുടങ്ങും. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡേറ്റ് കഴിഞ്ഞ് 90 ദിവസമായാലും NCB കട്ടായി 0-ൽ നിന്നും വീണ്ടും തുടങ്ങും. NCB ഡിസ്കൗണ്ട് RC ഓണറിനുള്ള നല്ല ഡ്രൈവിംഗ് ഹാബിറ്റിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. അതുകൊണ്ട് RC ബുക്കിൽ ഓണർ നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ പുതിയ ഓണറിന് NCB 0 ആയിരിക്കും. NCB ഡിസ്കൗണ്ട് എല്ലാ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. NCBയുടെ ഡിസ്കൗണ്ട് OD പ്രീമിയത്തിൽ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടി പോളിസിയിൽ NCB ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു സാധാരണ ഇൻഷുറൻസിൽ എഞ്ചിന് വരുന്ന ഡാമേജിന് കവർ കിട്ടില്ല. എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ ഉണ്ടെങ്കിൽ എഞ്ചിന് വരുന്ന ഡാമേജ് എല്ലാം കവറാകും. കോസ്റ്റ് ഓഫ് കൺസ്യൂമബിൾസ്. ഒരു ഫുൾ കവർ പോളിസിയിൽ നട്ട്, ബോൾട്ട്, എഞ്ചിൻ ഓയിൽ, ബെയറിങ്സ് ഇതിനൊന്നും ക്ലെയിം കിട്ടില്ല. പക്ഷേ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൂടി ക്ലെയിം ചെയ്ത് കിട്ടും. മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു വണ്ടി ടോട്ടൽ ലോസ് ആയാലോ തെഫ്റ്റ് പോയാലോ IDV എമൗണ്ട് ആണ് ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യുന്നത് എന്ന്. വണ്ടിയുടെ ഷോറൂം വിലയാണ് ഫസ്റ്റ് IDV ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ടാക്സ്, രജിസ്ട്രേഷൻ ചാർജസ് എല്ലാം കൂടി ഈ വിലയായിരിക്കില്ല വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത്. റിട്ടേൺ ഓഫ് ഇൻവോയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് മുടക്കിയിട്ടുള്ള ഇൻവോയ്സ് എമൗണ്ട് മുഴുവനായിട്ട് ക്ലെയിം കിട്ടും. ഈ ആഡ് ഓൺ കൊണ്ട് വണ്ടിയുടെ IDVയും ഓൺ റോഡ് വിലയും തമ്മിലുള്ള ഗ്യാപ്പാണ് തീർക്കുന്നത്. കാറിന് മോഡിഫിക്കേഷൻസ് വരുത്തിയാലും കവർ നഷ്ടപ്പെടാതെ ഇരിക്കാനാണ് ഈ ആഡ് ഓൺ യൂസ് ചെയ്യുന്നത്. ഉദാഹരണം, എഞ്ചിന് വരുത്തുന്ന മോഡിഫിക്കേഷൻ സാധാരണ പോളിസിയിൽ കവർ ചെയ്യില്ല. പേഴ്സണൽ ബിലോങ്ങിങ് കവർ. ഇപ്പോൾ നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ ഇതൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഒരു പക്ഷേ കാർ ആക്സിഡൻ്റായി ഇതൊക്കെ കംപ്ലൈൻ്റ് ആയാൽ സാധാരണ ഇൻഷുറൻസിൽ ഈ ഗാഡ്ജറ്റ്സിന് ക്ലെയിം കിട്ടില്ല. പേഴ്സണൽ ബിലോങ്ങിങ് കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ക്ലെയിം കിട്ടും. വണ്ടിയിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടാലും കവർ കിട്ടും. എമർജൻസി റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഓൺ റോഡ് എമർജൻസി സർവീസസ് കൂടെ തരും.